അപ്പോൾ ഇവിടെ നമുക്ക് തമിഴ്നാടിനോട് നല്ലൊരു കമ്പം ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ കടയിട്ട് ഇവിടെ കമ്പം ഉള്ളതുകൊണ്ട് കമ്പത്ത് വന്നു. അതെ 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 അടിപൊളി. പെട്ടെന്ന് അങ്ങോട്ട് കൂടി വരാം അല്ലേ? അതെ അതെ 2.5 മണിക്കൂർ ഓട്ടമല്ലോ പോയി ആഴ്ചക്ക് മാസത്തിലൊക്കെ അങ്ങനെ പോയി വരും. നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒരു ഉപ്പിലിട്ട കടയിൽ നമ്മുടെ നാട്ടിൽ പോലും കണ്ടില്ല. ഇല്ല, ഒരിടത്തും ഇല്ല. ഇതാണെങ്കിൽ മാങ്ങ, ഇതാണെങ്കിൽ നാരങ്ങ, ഇതാണ് വലിയ നെല്ലിക്ക, ഇത് വടുകപ്പുളി നാരങ്ങ. 2 മാസം നമുക്ക് കൂടുമ്പോൾ കറണ്ട് ചാർജ് വരുന്നത് 20 രൂപയാണ്. 20 രൂപ 15 രൂപയാണ് കറണ്ട് ചാർജ് വരുന്നത് നമുക്ക് 2 മാസത്തേക്കുള്ള. അപ്പോൾ സ്റ്റാലിൻ്റെ ഓരോ ഇത് അതുകൊണ്ട് നമുക്ക് കമ്പത്തിനോട് ഭയങ്കര ഹരമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നല്ലതാണ്. കേരളത്തിനെക്കാട്ടി സൂപ്പർ, അടിപൊളിയാണ്. 7 രൂപ 6 രൂപയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് കൂട്ടമൊക്കെ 10 രൂപ 25 30 മേടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ 8-9 മാസം ആകുമ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് 70,000 രൂപ. ഫാമിലി വന്ന് കഴിയുമ്പോൾ ഇതേപോലെ പറിച്ച് കൊടുക്കും നമ്മൾ. അങ്ങനെ ലൈവായിട്ട് പറിച്ച് കൊടുക്കുക. ഇതെല്ലാം നമ്മൾക്ക് അവർക്ക് ആഗ്രഹം കഴിക്കുന്നതിലും കൂടി ഉപരി പറിച്ചെടുക്കുക എന്നുള്ളത്. മരുന്നടിക്കാത്ത സാധനമല്ലേ. ഇങ്ങനെ ലൈവായിട്ട് നിങ്ങൾക്ക് മാങ്ങ പറിച്ച് തരും ശിഹാബിൻ്റെ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ. ഹായ്, നമസ്കാരം. ഞാനിപ്പം കമ്പത്തിനടുത്തുള്ളൊരു സ്ഥലത്താണ്, ഒരു യാത്രയിലാണ്. അപ്പോൾ ആ യാത്രയിൽ വളരെ അവിചാരിതമായി കണ്ട ഒരു ഷോപ്പാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഒരു ഷോപ്പ്. നിറയെ ഉപ്പിലിട്ട്, അത് ഇത്രയും വലിയൊരു ഉപ്പിലിട്ട ഒരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുക. അതുകൊണ്ടാണ് ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചത്. എന്തോരം ഉപ്പിലിട്ടതാണ്. അപ്പോൾ ഈ കടയുടെ ബോർഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ ബോർഡിൽ എഴുതിക്കുന്ന കണ്ടില്ലേ, ഈരാറ്റുപേട്ടക്കാരൻ്റെ കട. അപ്പം ഈരാറ്റുപേട്ടക്കാരൻ എന്തുകൊണ്ടാണ് ഈ കമ്പത്ത് വന്ന് ഈ ഉപ്പിലിട്ട കട തുടങ്ങിയതെന്നുള്ളത് നമുക്ക് നോക്കാം. കൂടാതെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം, ഈ ഉപ്പിലിട്ടതിൻ്റെ ഒക്കെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതെന്തുവാ ഇത്, നിറച്ച് ഉപ്പിലിട്ടാണല്ലോ. മലയാളി തമിഴ്നാട്ടിൽ വന്ന് ഉപ്പിലിട്ടോ? ഇവ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 8-10 വർഷമായി. കടയിട്ടിട്ട് ഒരു 3.5 വർഷമാകുന്നു. പേരെന്നാ? ഷിഹാബ്. നാട്ടിലെവിടാ? ഈരാറ്റുപേട്ട, കോട്ടയം. അതെ അതെ, അതുകൊണ്ടാണ് ഈരാറ്റുപേട്ടക്കാരൻ. അതെ അതെ. അപ്പോൾ നമ്മളിവിടെ എത്ര കൊല്ലമായി? ഇപ്പോൾ 8 വർഷമായി ഇവിടെ വന്നിട്ട്. കടയിട്ടിട്ട് 4 കൊല്ലം ആകുന്നു. ഉപ്പിലിട്ട് ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തമിഴ്നാടിനോട് നല്ലൊരു കമ്പം ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ കടയിട്ട് ഇവിടെ കമ്പം ഉള്ളതുകൊണ്ട് കമ്പത്ത് വന്നു. അതെ അതെ അതെ. അടിപൊളി. പെട്ടെന്ന് അങ്ങോട്ട് കൂടി വരാം അല്ലേ? അതെ അതെ. 2.5 മണിക്കൂർ ഓട്ടമല്ലോ പോയി ആഴ്ചക്ക് മാസത്തിലൊക്കെ അങ്ങനെ പോയി വരും. നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒരു ഉപ്പിലിട്ട കടയിൽ നമ്മുടെ നാട്ടിൽ പോലും കണ്ടില്ല. ഇല്ല, ഒരിടത്തും ഇല്ല. ഇത്രയും വലിപ്പമുള്ളത് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ലോകത്തിൽ ഒരിടത്തും ഇല്ല. ലോകത്തില്ല? ഇല്ല, ലോകത്ത് ഇവിടെ മാത്രം. അത്രേ ഉള്ളൂ. എത്ര ഐറ്റം ഉണ്ട് നമുക്ക്? ഇത് 10-36 ഐറ്റംസ് ഉണ്ട്. 36 ഐറ്റം ഉണ്ട് അല്ലേ? 40 ഐറ്റോളം ഉണ്ട്. ഇവിടെ അച്ചാറും ഉണ്ടോ അല്ലേ? അച്ചാറും ഉണ്ട്, എല്ലാ അച്ചാറുകളാണ്. ഇതെല്ലാം അച്ചാറാണ്. ഇതാണെങ്കിൽ ചാമ്പങ്ങ. ചാമ്പങ്ങ ഉപ്പിലിട്ട അല്ലേ? അതെ അതെ അതെ. ഇതാണെങ്കിൽ അരിനെല്ലിക്ക. ഇതാണെങ്കിൽ കണ്ണിമാങ്ങ. അപ്പോൾ ഈ സാധനമൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ. എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരും. ഇതാണെങ്കിൽ ഒരിടത്തും ഇല്ലാത്ത സംഭവം, വെളുത്തുള്ളി ഉപ്പിലിട്ട്. ഉണ്ടോ? വെളുത്തുള്ളി ഉപ്പിലിട്ട്. നല്ല സ്മെല്ലാണ്. അതിൻ്റെ സ്മെല്ല് കണ്ടോ? ഉപ്പിലിട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതെ, നല്ല ടേസ്റ്റാണ്. അടിപൊളി സാധനമാണ്. ഇതാ ഏറ്റവും കൂടുതൽ ഇവിടെ സെയിൽ. കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ആയിരിക്കും. കൊളസ്ട്രോൾ, ഷുഗർ എല്ലാത്തിനും കൊള്ളാം. വെളുത്തുള്ളി ഉപ്പിലിട്ടത്. വെളുത്തുള്ളി ഉപ്പിലിട്ടത്. ഇത് കുരുമുളക്. ഇതാണ് കുരുമുളക്. ഇത് കുരുമുളക് അതേപടി ഇട്ടിരിക്കുക. അതേപടി ഇട്ടിരിക്കുക. അൽഫാം, കുഴിമന്തി, ഷവർമയ്ക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ്. നല്ല കുരുമുളക് നീളത്തിൽ തന്നെ അല്ലേ? അത് തന്നെ, നീളത്തിൽ തന്നെ. ഇത് കണ്ടില്ലേ? അടിപൊളി. ഇതൊക്കെ എത്ര ദിവസം ഉപ്പിലിട്ടത്? ഇതിപ്പോൾ ഇട്ടിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ. നമുക്ക് 1 വർഷം വരെ ഉപയോഗിക്കാം. 1 വർഷം വരെ ഇരിക്കും. പക്ഷേ ഇവിടെ 1 വർഷം ഇരിക്കുന്നില്ല. അപ്പം തീർന്നു പോകും. അപ്പം പുതിയത് അടിച്ചടിച്ച് വിടുന്നു. ഇതാണെങ്കിൽ നമ്മുടെ മെയിൻ രാജാവ് കാന്താരി. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ എരിവേ കാണത്തില്ലായിരിക്കും. കുറവാണ്. പച്ചക്കാണ് എരിവ് കൂടുതൽ. ഉപ്പിലിടുമ്പോൾ അധികം കുറവ് വരും. കാരണം ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ നല്ല ഇതാണ്. മുളക്, നമ്മുടെ നാട്ടിലെ മുളക്. മുളക് ഇടും. മുളക് എല്ലാവരും വന്ന് മേടിക്കും. ഇത് സമ്പ എന്ന് പറയും, തമിഴ്നാട്. നീളമുള്ള മുളക്. ഇത് സ്റ്റാർ ഫ്രൂട്ട്. എല്ലാ ഐറ്റത്തിലും അല്ലേ? എല്ലാ ഐറ്റവും ഉണ്ട്. എന്ത് കിട്ടിയാലും ഉപ്പിലിടുവാണോ? അതെ 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 അതെ. വലിയ നെല്ലിക്ക. വലിയ നെല്ലിക്ക ഡിമാൻഡ് ഉള്ളതായിരിക്കും അല്ലേ? പിന്നെ
വലിയ നെല്ലിക്ക നല്ല ഡിമാൻഡുള്ള സാധനം. ആ പിന്നെ ഇത് ക്യാരറ്റ്. ഇതാണല്ലോ ക്യാരറ്റ്. ജാതിക്ക. ജാതിക്ക ഉണ്ടല്ലേ. ഇതാണെങ്കിൽ ചിലിമ്പിങ്ങ, നമ്മുടെ നാട്ടിലെ ഇലിമ്പിപ്പുളി എന്നും പറയും അല്ലേ. ആ അങ്ങനെ 10-40 ഐറ്റം ഉണ്ട്. അതിൻ്റെ മേലിലുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ വെറൈറ്റി സാധനം വാഴത്തണ്ട്. അതുണ്ടോ? ആ ഇതൊക്കെ വെറൈറ്റിയാ, നല്ല ടേസ്റ്റാ. വാഴത്തണ്ടല്ലേ. ആ ഇതാണ് തമിഴ്നാട്ടിലെ മാങ്ങ, കല്ലാമ മാങ്ങ എന്ന് പറയും. കല്ലാമ. ആ പുളി കുറവാ, ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാ. ഈ തോട്ടം നമ്മൾ എടുത്തോ? ആ ഇതിന്റെ പുറകെ തോട്ടം ഫുൾ ഇമാമസന്ത് മാവ് പിന്നെ കരിക്ക്, എല്ലാ ഐറ്റം ഉണ്ട്. പിന്നെ പോത്ത്, പിന്നെ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ, എല്ലാ പരിപാടിയും ഉണ്ട്. നമുക്ക് ഈ കട മൊത്തം അകത്തൊന്ന് കാണിച്ചു. ആ ഓക്കെ വാ. ഇത് ചാമ്പങ്ങ, ഇത് മറ്റേ ഇതല്ലേ, എന്താ ഹൈബ്രിഡ് പനിനീർ ചാമ്പ. ഹൈബ്രിഡ് അല്ലേ. ആ ഇതെന്നാ വിലയാ? ഇത് കിലോ 50. ആ അച്ചാറുണ്ട്, എല്ലാ സൈസ് അച്ചാറുണ്ട്. ഇതാണെങ്കിൽ മാങ്ങ, ഇതാണെങ്കിൽ നാരങ്ങ, ഇതാണ് വലിയ നെല്ലിക്ക, ഇത് വടുകപ്പുളി നാരങ്ങ, ഇത് ഈന്തപ്പഴം, അത് വെളുത്തുള്ളി, ഇത് ഈന്തപ്പഴം, ഇത് മിക്സ്ഡ്, ഇത് അരിനെല്ലിക്ക, ആ ഇത് തേങ്ങ ചമ്മന്തിപ്പൊടി, ഇത് വെളുത്തുള്ളി, അതാണെങ്കിൽ ഫിഷ്, കേര. എല്ലാം തമിഴ്നാട്ടുകാർ, ആന്ധ്ര, കർണാടക എല്ലാവരും ആൾക്കാർ വരും, മലയാളികൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു കട നിങ്ങൾ ആരെങ്കിലും എവിടെയും കണ്ടുണ്ടോ? ഉപ്പിലിട്ടത് അടിപൊളി. നമ്മുടെ കേരളത്തിലല്ല, പക്ഷെ നമ്മുടെ മലയാളിയാണ്, കമ്പത്താണ്. ഇവിടെല്ലാം അത് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട മുളക്, ജാതിക്ക, ഇതെല്ലാം കണ്ണിമാങ്ങ. ഇത് കണ്ണിമാങ്ങ മുഴുവൻ അല്ലേ. ഓ എന്തോരം സംഭവം ഉപ്പിലിട്ട്. ഇത് 35-40 ഐറ്റമൊന്നും അല്ലല്ലോ. അതിൻ്റെ മേളിലുണ്ട്. ഇത് തേൻനെല്ലിക്ക, ഇത് ജാതിക്ക, ഇത് പേരയ്ക്ക, ഇത് തേൻനെല്ലിക്ക, ഇത് മാങ്ങ, ഇത് തേൻനെല്ലി, ആ ഇത് ജാതിക്ക, ഇത് പേരയ്ക്ക, ഇത് വാഴത്തണ്ട്, ആ അത് കണ്ണിമാങ്ങ, കാരയ്ക്ക, എല്ലാ ഐറ്റംസും ഉണ്ട്. അത് അരിനെല്ലി, എല്ലാ ഐറ്റംസും ഉണ്ട്. ആ ഇത് പിന്നെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ലൈവായിട്ട് പറിച്ച് വെച്ചിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മാങ്ങയായി. ഇത് കിലോയ്ക്ക് മാർക്കറ്റിലാണ് 200 രൂപ വിലയുണ്ട്. നമ്മൾ ഹോൾസെയിൽ 140 രൂപയ്ക്ക് 140, 120 അത്രയും മാക്സിമം. ഇഷ്ടമാണ് ഈ വാങ്ങ, ഇഷ്ടമാണ്. ഡെയിലി കഴിക്കുമോ? മിഠായി, ഇത് ഫോറൻസ് കല്ലുമിഠായി, ചോക്ലേറ്റ്. ഇത് ആണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. മാങ്ങ, ഈ സിന്ദൂരം, ആ ഇത് കിവി, ഇത് പൈനാപ്പിള്, ഇത് നെല്ലിക്ക ഉണങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ്. ആ അങ്ങനെ കുറേ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമ്മുടെ. ഇവിടെ എത്ര നാളായോ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പം 7 കൊല്ലം ആകുന്നു. 7 കൊല്ലമായി. ഇപ്പം ശരിക്കും കമ്പക്കാരനായോ? അങ്ങനെ ഇല്ല, അങ്ങനെ വന്നും പോയി നമ്മളങ്ങനെ. ഇതാണ് നമ്മുടെ വീട്, ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. താമസിക്കാനും 6 മണിക്കൊക്കെ ശേഷം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും അടിപൊളിയാണ്. ഇതെല്ലാം കരിക്ക് നമ്മൾ വെട്ടി നമ്മുടെ തോട്ടത്തിൽ തന്നെ എടുത്ത് നമ്മൾ തന്നെ വിടും. 4.5 ഏക്കർ. ആ നമ്മളിത് കറക്റ്റ് കമ്പത്തിനടുത്ത് സ്ഥലം. അതായത് കമ്പം കുമളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോവർ ക്യാമ്പ് കഴിഞ്ഞാൽ തമ്മനംപെട്ടി. ആ അവിടെ ഈ സ്ഥലം അല്ലേ? ആ തമ്മനംപെട്ടി. ഇത് ആന്ധ്ര കർണാടക എന്ന് വരുന്ന സാധനമാണ്. പോത്ത്. ആ അപ്പം നമ്മൾ ഇത് 7 രൂപ 6 രൂപയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് കൂട്ടമൊക്കെ 10 രൂപ 25 30 മേടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ 8-9 മാസം ആകുമ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് 70,000 രൂപ 80,000 രൂപ കിട്ടും. അപ്പോൾ 10-40 ആകുമ്പോൾ 20 ലക്ഷം രൂപ 30 ലക്ഷം രൂപ അങ്ങനെ കിട്ടും. മേയിച്ച് വിടാൻ 2 പേരെ മേയിച്ച് വിടും. കൈവെക്കാത്ത ഒരു മേഖലയില്ല. അതില്ല, എല്ലാം ഉണ്ട്. കമ്പം അടിപൊളി മണ്ണ. അടിപൊളിയാണ്, ജീവിക്കാൻ ഏറ്റവും നല്ല സുഖം. അതായത് പിന്നെ കറണ്ട് ചാർജ് ഇല്ല, നമുക്ക് 100 യൂണിറ്റ് ഫ്രീ ആണ്. പിന്നെ ഇതിനൊക്കെ നമ്മുടെ വീട്ടിലാണ് AC, എല്ലാ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സർവ്വ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് വരുന്നത് താമസിക്കുന്നത് ഇതാ. 2 മാസം നമുക്ക് കൂടുമ്പോൾ കറണ്ട് ചാർജ് വരുന്നത് 20 രൂപയാണ്. 20 രൂപ 15 രൂപ ആണ് കറണ്ട് ചാർജ് വരുന്നത് നമുക്ക് 2 മാസത്തേക്കുള്ള. നമ്മുടെ അവിടെ നാട്ടിലാണെങ്കിൽ 4,000 രൂപ 3,000. 2 മാസത്തേക്ക് 15 രൂപ 20 രൂപ വെറും 100 യൂണിറ്റ് ഫ്രീയാണ് 2 മാസത്തേക്ക്. അതിൽ മേലെയാണ് എല്ലാ സംഭവം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വ്യവസായത്തിന് കറണ്ട് ഫ്രീ
ആ വെള്ളം ഫ്രീ. പിന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ബസ്സിൽ ഫ്രീയാ എല്ലായിടവും പോകുന്നതിന്. ആ അപ്പോൾ അങ്ങനെ ആനുകൂല്യങ്ങൾ ഒത്തിരി ഉണ്ട്. സ്കൂളിലാണെങ്കിൽ 1000 രൂപ വെച്ച് പിള്ളേർക്ക് കിട്ടുന്നത്, സ്കൂളിൽ എല്ലാ സാധനങ്ങളും ഫ്രീ. അപ്പോൾ സ്റ്റാലിൻ്റെ ഓരോ ഇത്, അതുകൊണ്ട് നമുക്ക് കമ്പത്തിനോട് ഭയങ്കര ഹരമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നല്ലതാണ്. കേരളത്തിനെക്കാട്ടി സൂപ്പർ, അടിപൊളിയാണ്. ഈ മാങ്ങ ഒക്കെ വരുന്നവർക്കൊക്കെ വിൽക്കാനുള്ളതല്ലേ, അതോ അങ്ങോട്ട് ഹോൾസെയിലാണ്? ഇല്ല, എല്ലാവർക്കും കൊടുക്കുക, ചില്ലറ കൊടുക്കുക. ഇവിടുന്ന് പറിച്ചു കൊടുക്കും. ആ ഇതെല്ലാം ഇമാം ബസന്താണോ? എല്ലാം ഇമാം ബസന്താ. ഇതല്ലേ മാങ്ങ നിൽക്കുന്നത്, ഇത് നിൽക്കുന്നു. ആ അടിപൊളി. ഇത് കണ്ടോ, ഇതാ മാങ്ങ, ഇതാ സൈസ് മാങ്ങ. ഇമാം ബസന്ത് ഏറ്റവും കൂടിയ മാങ്ങ. 150 മരവാ. ആ സീസൺ തുടങ്ങി വരുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു മാസം ആറാകുമ്പോൾ എല്ലാം ആവും. അതേ കിടക്കുന്നു സൈസ് സാധനം. ഇതാ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള മാങ്ങ. എത്ര കിലോ ഒക്കെ വരുന്ന ഇതാ? ഏറ്റവും കൂടുതൽ 1 കിലോ 100 അത്രയും വരും. ഒരെണ്ണം തന്നെ വരും അല്ലേ? ആ ഇതാ ഇരുന്ന ഇരിപ്പിൽ നമ്മൾ 1 കിലോ 1.5 കിലോ കഴിക്കുകയും ചെയ്യും ഒരാൾ. ആ പറിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ഇതിൽ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ആവശ്യത്തിന് ഓരോരുത്തർക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ നമ്മൾ അതേപോലെ പറിച്ച് കൊടുക്കും. 20 കിലോ 50 കിലോ ഫാമിലി വന്നു കഴിയുമ്പോൾ ഇതേപോലെ പറിച്ച് കൊടുക്കും നമ്മൾ. അങ്ങനെ ലൈവായിട്ട് പറിച്ച് കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന ആര് വന്നാലും കിട്ടും അല്ലേ? ആ അത് കിട്ടും. ഇതെല്ലാം നമ്മൾക്ക് അവർക്ക് ആഗ്രഹം കഴിക്കുന്നതിനും കൂടി ഉപരി പറിച്ചെടുക്കുക എന്നുള്ളത്. മരുന്നടിക്കാത്ത സാധനമല്ലേ, ഇപ്പോൾ ലൈവായിട്ട് നമ്മൾ പറിച്ചു കൊടുക്കുക. ഇത് മരുന്നടിക്കാത്ത ലൈവ് പറിച്ചു കൊടുക്കുക നമ്മൾ. ഇതെല്ലാം ഇത് സിന്ദൂരം, അപ്പൂസ് നമ്മുടെ തന്നെ. ഇത് സിന്ദൂരം, ഇത് അപ്പൂസ്. ആ നമ്മളങ്ങനെ ആവശ്യമുള്ളവർക്ക് ഓരോ മാങ്ങ അങ്ങനെ നമ്മൾ പറിച്ച് കൊടുക്കും. നമ്മൾ തോട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളവർ വരുമ്പോൾ ഇതുപോലെ നമ്മൾ പറിച്ച് കൊടുക്കുന്നത്. ആ എല്ലാം ലൈവായിട്ട്. കരിക്ക് ഈ തോട്ടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാങ്ങ കിട്ടും, കരിക്ക് കിട്ടും. അതെ 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 അതെ, എല്ലാം നമ്മുടെ പോലെ തന്നെ. കമ്പം യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കട്ടെ അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ കമ്പം വഴിയുള്ള ഒരു യാത്രയിൽ വളരെ യാദൃച്ഛികമായിട്ട് റോഡിൻ്റെ സൈഡിൽ കുറേ ഉപ്പിലിട്ടത് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. അത് മലയാളിയുടെ ആണെന്ന് സത്യം പിന്നീട് ബോർഡ് നോക്കിയപ്പോഴാണ് ഈരാറ്റുപേട്ടക്കാരൻ്റെ കട അല്ലേ. ഈരാറ്റുപേട്ടയിൽ നിന്നിട്ട് തമിഴ്നാടിനുള്ള കമ്പം കയറി കമ്പത്ത് വന്നിട്ട് ഈ മാന്തോപ്പും അതുപോലെ തന്നെ കരിക്കും ഉപ്പിലിട്ടൊക്കെ ചെയ്യുന്ന ഷിഹാബിൻ്റെ തോട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത്. അടിപൊളി. ഇങ്ങനെ ലൈവായിട്ട് നിങ്ങൾക്ക് മാങ്ങ പറിച്ച് തരും ഷിഹാബിൻ്റെ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ. കൂടാതെ അല്ലേ ഇത് 10,000 കിലോ മാങ്ങ കയറിപ്പോയി ഒരു 10,000 കിലോ മരുന്ന് കാര്യങ്ങളൊന്നും അടിക്കാത്ത നല്ല അടിപൊളി നല്ല മാങ്ങ. ഈ മാങ്ങയുടെ പേരായിരുന്നു ഇമാം ബസന്ത്. ഇവിടുന്ന് കരിക്കൊക്കെ പറിച്ച് തിന്നാം അല്ലേ, ഉപ്പിലിട്ട് കഴിക്കാം. ഫാമിലിയായിട്ട് വന്ന് ഉപ്പിലിട്ടതും പിന്നെ കരിക്കൊക്കെ വെട്ടി ലൈവായിട്ട് മാങ്ങ പറിച്ച്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ അല്ലെങ്കിലും മുന്തിരി തോപ്പൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോവാം. അപ്പം കമ്പത്തിനടുത്തുള്ള തമ്മനംപെട്ടിയിലാണ് നമ്മുടെ ഈ ഷിഹാബിൻ്റെ ഈ ഫാമും ഈ ഉപ്പിലിട്ട കടയും ഈരാറ്റുപേട്ടക്കാരൻ്റെ കടയും. അപ്പോൾ വരിക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.